കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹിയിൽ ഒരു മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ അല്ലെങ്കിൽ പൊൻ രാധാകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗവും അതിനുശേഷം അവിടെ സുരേഷ് ഗോപി പ്രസംഗിച്ചതടക്കവും ഇത് രണ്ടും വലിയ വിവാദമായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയ രാഷ്ട്രീയ പദ്ധതിയെക്കുറിച്ച് NSS പിടിക്കാനുള്ള BJPയുടെ വലിയ പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ രണ്ടുപേരും സംസാരിച്ചത്, ഒന്ന് പൊൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ അദ്ദേഹം 2026 ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാണ്ട് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഇവിടെ മന്നം സമാധിയുടെ വന്ന് പുഷ്പാർച്ചന നടത്താൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അവിടെ അല്ലെങ്കിൽ തന്നെ ഒരു പ്രോഗ്രാമിന് വന്നതാണ്. ആ പ്രോഗ്രാമിന് വന്നപ്പോൾ അദ്ദേഹം മന്നം സമാധിയിൽ കൂടി കയറണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള അനുമതി കിട്ടിയില്ല. അപ്പോൾ അനുമതി കിട്ടാത്തതിന് അന്ന് NSS ഒക്കെ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്, അപ്പോൾ നായകളെ കയറ്റിയുള്ള പരിശോധനയൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരൻ നായർക്ക് തന്നെ ഇതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാകാം അദ്ദേഹം ഹീ ഷുഡ് നോട്ട് കം, അല്ലെങ്കിൽ അവൻ വരരുത് ഇവൻ വരരുത് എന്നൊക്കെ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് NSSൻ്റെ പേര് പറയാതെ, സുകുമാരൻ നായരെക്കുറിച്ച് പറയാതെ ഈ മന്നം സ്മൃതി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. അതിൽ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഒരു ഉപരാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ട ഒരു വാചകങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഒരു BJPയുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് മാത്രം നമുക്കതിനെ കണ്ടാൽ മതി. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മന്നം സ്മൃതി മണ്ഡപം അദ്ദേഹം ഒരു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എപ്പോൾ വേണമെങ്കിലും പൊൻ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റുള്ള BJPക്കാർക്കോ ഒന്നും സുകുമാരൻ നായരുടെ പെർമിഷൻ ചോദിക്കാതെ തന്നെ പുഷ്പാർച്ചന നടത്താവുന്നതാണ്. ആ ഒരു സൗകര്യം അവർക്കുണ്ട്. ഇനി ഇതേ യോഗത്തിൽ വെച്ച് തന്നെ സുരേഷ് ഗോപി കൂടി മറ്റൊരു വലിയ പ്രഖ്യാപനം കൂടി നടത്തി. ആ രണ്ട് പ്രഖ്യാപനങ്ങൾ വളരെ കൗതുകമുളവാക്കുന്നതാണ്. ആ രണ്ടാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ പെരുന്നയിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് മാറ്റം വരണം, അവർ സ്വയം നവീകരിക്കാൻ തയ്യാറാകണം. അല്ലെന്നുണ്ടെങ്കിൽ NSSൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ സ്വയം മാറണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിർബന്ധിച്ച് അവരെ മാറ്റും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയും RSS എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുമൊക്കെ തന്നെ അതിൻ്റെ വേരുകൾ ആഴ്ത്താൻ നോക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഇത്തരത്തിൽ വിവിധ ഹിന്ദു സമുദായ സംഘടനകളെയൊക്കെ തന്നെ വരുതിയിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ പിളർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അതിൻ്റെ മേൽസ്ഥാനങ്ങളിലേക്ക് നിയമിച്ചുകൊണ്ടോ ഒക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും തന്നെ. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബംഗാളിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും പുരി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളിലും തന്നെ അവർ പതുക്കെ ഒരു അധിനിവേശം നടത്തുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ കാര്യത്തിലാണെങ്കിലും നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻഫിൽട്രേഷൻ നമുക്ക് വളരെ കൃത്യമായി കാണാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇൻഫിൽട്രേഷൻ നടത്താൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അതിനെ ചെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് NSS എന്ന് പറയുന്നത്. NSSൻ്റെ ഈ ഇൻഫിൽട്രേഷൻ തുടങ്ങാൻ അവർ പദ്ധതിയിട്ടിട്ട് നാളുകൾ കുറയായി. ഏതാണ്ട് ഒരു 10% 20% വരുന്ന 5700ഓളം വരുന്ന കരയോഗങ്ങളിൽ 10% 20%ഓളം വരുന്നത് അവരുടെ നേതാക്കന്മാർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ BJPക്ക് തോന്നിയിരിക്കുന്നത് ആ വേഗതയിൽ പോയാൽ പോരാ എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റായി പോകണം എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ മുഴുവൻ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ സുകുമാരൻ നായരുടെ അടുത്തും NSSലേക്ക് ചെന്നുകൊണ്ട് രാഖി കെട്ടിക്കൊടുക്കുന്നൊരു ചടങ്ങ് നടത്താനായിട്ട് BJPക്കാർ പണ്ടൊരിക്കൽ തീരുമാനിച്ചിരുന്നു. അങ്ങനെ തീരുമാനിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഇവിടെ മറ്റു പല തരത്തിലുള്ള വിശ്വാസങ്ങൾ പേർന്നവരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ പുറത്തു വന്നിട്ട് ചില ആളുകളുടെയൊക്കെ കയ്യിൽ രാഖി കിട്ടുകയും സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ പല പദ്ധതികൾ അവർ ആവിഷ്കരിക്കാൻ വേണ്ടി പല സമയങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ സുകുമാരൻ നായർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ധ്വനി വന്നപ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ എഴുതി ഒട്ടിക്കുന്ന അവസ്ഥകൾ കൂടി ഉണ്ടായി എന്നുള്ളത് നിങ്ങളാരും മറന്നുപോകരുത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ചെറുത്തുനിൽപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുക്കമെന്ന് പറയുന്നത് SNDPയും NSSുമായി കൈകോർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും
തുഷാർ വെള്ളാപ്പള്ളി ഒരു മകനെ പോലെയാണ് എന്നുള്ളത് സുകുമാരൻ നായർ പറയുകയും അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് അയച്ചോളൂ എന്ന് പറയുകയൊക്കെ ചെയ്തതൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അങ്ങനെ അയക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ സുകുമാരൻ നായർ അതിൻ്റെ അപകടവും തിരിച്ചറിഞ്ഞു. കാരണം ഇതുപോലും ഇൻഡയറക്റ്റായി NSSനെ കൈവെള്ളയിലാക്കാൻ വേണ്ടി BJP സംഘപരിവാർ അനുകൂലികൾ നടത്തുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് തിരിച്ചറിയുകയും ഇങ്ങോട്ട് തുഷാർ വെള്ളാപ്പള്ളി വരേണ്ടതില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളിലുള്ള വിലക്കുകൾ നൽകിക്കൊണ്ട് കൂടിയാണ് അദ്ദേഹം സ്വയം പ്രതിരോധം തീർത്തത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ NSS എന്ന് പറയുന്ന ഒരു സംഘടനയെ RSSൻ്റെയും അതുപോലെ സംഘപരിവാറിൻ്റെയും ഒക്കെ കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറല്ല എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ നിരാശകൾ മറച്ചു വെക്കാതെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ നമ്മുടെ പൊൻ രാധാകൃഷ്ണനുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. കാരണം ഇതൊരു വലിയ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ആ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഒന്ന് NSSും സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന BJPയിലേക്ക് ഇതുപോലെ വഴങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് BJPയുടെ ഒരു പോഷക സംഘടനയായി മാറും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഖിലേന്ത്യാ തലത്തിൽ ഉത്തർപ്രദേശ് മുതൽ വെസ്റ്റ് ബംഗാൾ മുതൽ ഏറ്റവും ഒടുവിൽ ഒഡീഷ വരെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഘടനകളെ പിടിച്ചെടുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിടികൊടുക്കാതെ അവരുടെ കക്ഷത്തിലേക്ക് തലവെക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ NSSും സുകുമാരൻ നായരും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ നാരായണ പണിക്കരൊക്കെ ഇത് ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങളാരും മറന്നുപോകരുത്. ഇതുപോലെ തന്നെ അവർ കൃത്യമായി വരുതിയിലാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് നമുക്കെല്ലാം അറിയുന്ന SNDP എന്ന് പറയുന്ന സംഘടന. SNDP എന്ന് പറയുന്ന സംഘടനയുടെ നിങ്ങളൊക്കെ പണ്ട് വെള്ളാപ്പള്ളി നടേശൻ ജയിച്ചിട്ട് കേരളം മുഴുവൻ നടത്തിയിട്ടുള്ള ഒരു ജാഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനി ആ ജാഥ മറന്നുപോയിട്ടുള്ളവരൊക്കെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഓർമ്മയുണ്ടാവും. അദ്ദേഹം മാൻഹോളിൽ നിന്ന് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷിച്ചെടുത്തിട്ടുള്ള നൗഷാദിന് ഗവൺമെൻറ് അദ്ദേഹം മരിച്ചുപോയി അങ്ങനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് നടത്തി അതിഹീനമായിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഹീനമായിട്ടുള്ള വാക്കുകൾക്കെതിരെ കേരളത്തിലെ തൊഗാഡിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പ്രതികരിച്ചതൊക്കെ തന്നെ പിണറായി വിജയനാണ് എന്നുള്ളതൊക്കെ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാടി അവർ വളരെ ദീർഘകാലമായി ലോങ് ടൈമിലേക്കുള്ളൊരു പദ്ധതി നടപ്പിലാക്കുകയും അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ അല്ലെങ്കിൽ SNDPയുടെ ഒക്കെ കാർമ്മികത്വത്തിൽ BDJS എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിക്കുകയും ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു 4% വോട്ട് കിട്ടുകയും അതിനുശേഷം അവർ തന്നെ പതുക്കെ ഇല്ലാതാവുകയും എന്നാൽ ആ വോട്ടുകൾ ഈഴവ വോട്ട് ബാങ്കുകളിൽ ഒരു പരിധി വരെയെങ്കിലും കൃത്യമായി ഈ BJPയിലേക്ക് എത്തിക്കാനുമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ദീർഘദൂര പദ്ധതിയാണ് ഈ പെരുന്നയുടെ കാര്യത്തിലും NSSൻ്റെ കാര്യത്തിലൊക്കെ അവർ നോട്ടമിട്ടത്. ഏതാനും ചില സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ നായർ വിഭാഗത്തിൽ നിന്ന് കൃത്യമായി ഇപ്പോൾ BJPയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും NSSനെ ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ ആ വിഴുങ്ങാനുള്ള ഒരു സാധ്യതകളെക്കുറിച്ചും ഒക്കെ തന്നെ അവർ അന്വേഷിക്കുകയും അതിൽ യഥാർത്ഥത്തിൽ റെസിസ്റ്റ് ചെയ്യുന്നതിൽ സുകുമാരൻ നായർ സാർ വിജയിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിലുള്ള നിരാശകൾ. അവർ മന്നൻ സ്മാരക മണ്ഡപം ഡൽഹിയിൽ തന്നെ നിർമ്മിച്ചുകൊണ്ട് അവിടെ ഇനി ആർക്കും പുഷ്പാർച്ചന കഴിക്കാനായിട്ട് സുകുമാരൻ നായരുടെ ഒന്നും അനുമതി ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഇതിലൊരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ. ഇതിൽ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ഇൻസൾട്ട് കൂടിയുണ്ട്. ആ വ്യക്തിപരമായ ഇൻസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം യഥാർത്ഥത്തിൽ മന്നം സമാധിയിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ അനുമതി ചോദിച്ചിരുന്നു. ആ അനുമതി അദ്ദേഹം കൊടുത്തു. സുരേഷ് ഗോപി ഒന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തിയിട്ട് പോയി. പക്ഷേ അവിടെ NSSൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുകയായിരുന്നു. ആ പ്രതിനിധി സമ്മേളനത്തിലേക്ക് പുള്ളി ഏതോ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ടിട്ട് ആ പ്രതിനിധി സമ്മേളനത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ പ്രതിനിധി സമ്മേളനത്തിലേക്ക് ഒരു കാരണവശാലും കയറാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായി സുകുമാരൻ നായർ പറഞ്ഞു. അദ്ദേഹം പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയാനൊരു മടിയില്ലാത്ത ഒരാളാണ്. അത് ഏത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അദ്ദേഹം അങ്ങനെ നോക്കാം എന്നൊന്നും പറയാറില്ല എന്നുള്ളത് എനിക്ക് തന്നെ അനുഭവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി വളരെ സ്നേഹത്തോടുകൂടി നോ പറയുന്ന ഒരാൾ കൂടിയാണ് പറ്റാത്ത കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് സുരേഷ് ഗോപിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്ന് വിചാരിച്ചിട്ട് NSSൻ്റെ ഒരു സമ്മേളനം നടക്കുന്ന പ്രതിനിധി സഭയിലേക്ക് കയറണമെന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ പുള്ളി ഏതാണ്ട് കേന്ദ്രമന്ത്രിയായപ്പോൾ പുള്ളി രാജാവായി എന്ന് തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്. സുകുമാരൻ നായരെയൊക്കെ സംബന്ധിച്ചോളം
അദ്ദേഹം ഇതുപോലെ നിരവധി കേന്ദ്രമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും അതുപോലെ പ്രധാനമന്ത്രിമാരെയും ഒക്കെ വരെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും വലിയ ബാധകമായിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു കേന്ദ്ര സഹമന്ത്രിയൊന്നും അത്ര വലിയ കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം നോ പറഞ്ഞു. ആ രണ്ട് വിഷമങ്ങൾ കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി തീർത്തത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ പ്രത്യക്ഷമായൊരു നിലപാടെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരൊന്നും തയ്യാറാവുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഇത് NSSനെതിരെ ഞങ്ങളുടെ ആളുകൾ ചില പരാമർശം നടത്തി എന്ന് പറയുന്ന വ്യാജമായിട്ടുള്ള കാർഡുകളൊക്കെ കാണുന്നുണ്ട്, അത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒറ്റടിക്ക് NSSനെ തള്ളി പറയാനുള്ള ധൈര്യം കേരളത്തിലില്ല. പക്ഷേ എന്നാൽ പതുക്കെ സൈഡിൽ നിന്നുകൊണ്ട് തുറന്നുകൊണ്ട് NSSനെ കൂടി കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന തന്ത്രമാണ്. അത് മറനീക്കി ഡൽഹിയിൽ പുറത്തു വരുമ്പോൾ കേരളത്തിൽ അവർ മറ്റൊരു അടവ് നയം പയറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സകല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വലിയ ആക്രമണമാണ് NSSനെ കാത്തിരിക്കുന്നത്, വലിയ സമ്മർദ്ദമാണ്. അത്തരത്തിലൊരു ചക്രവ്യൂഹത്തിൽപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ. അദ്ദേഹത്തോടൊപ്പം ഉള്ളത് ഇവിടുത്തെ നായർ സമുദായാംഗങ്ങളായിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, അവരൊക്കെ ഇദ്ദേഹം പറയുന്നതായിട്ട് വോട്ട് ചെയ്യില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കാരണം ഇദ്ദേഹം ഉറപ്പായിട്ടും ഈ പറയുന്ന കേരളത്തിലേക്ക് NSSനെ വിഴുങ്ങാനുള്ള ഒരു ശ്രമത്തെ അദ്ദേഹം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ SNDPയെ സംബന്ധിച്ചോളം ഇങ്ങനെയല്ല കേട്ടോ. ശാശ്വതികാനന്ദയും അതുപോലെ മറ്റൊരു വിഭാഗവും തമ്മിൽ ഇതുപോലെ ശിവഗിരി മഠത്തിൻ്റെ കാര്യത്തിൽ പോരാട്ടമുണ്ടായപ്പോൾ അന്ന് ഈ ശാശ്വതികാനന്ദ ഇതുപോലെ തന്നെ BJPക്കാരെ ചെറുക്കാൻ തീരുമാനിക്കുകയും സംഘപരിവാറുകാരെ ചെറുക്കാൻ തീരുമാനിക്കുകയും എന്നാൽ പ്രകാശാനന്ദ അപ്പുറത്ത് നിന്ന് യഥാർത്ഥത്തിൽ BJPയോടൊപ്പം പ്രോ സംഘപരിവാറിനോടൊപ്പം നിൽക്കുകയും ചെയ്തു, അപ്പുറത്തെ വിഭാഗം എന്നുള്ളത് മറന്നു പോകരുത്. അതുപോലെ തന്നെയുള്ള വലിയ കടുത്ത ഒരു സമ്മർദ്ദവും പോരാട്ടവുമാണ് ഏറ്റവും ഒടുവിൽ അവർ SNDPയെ കീഴടക്കി ഏതാണ്ട് ഒരു പരിധിവരെ. അതേപോലെ തന്നെ ഇനി NSSനെയും കീഴടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം വലിയ ചക്രവ്യൂഹമാണ്, വലിയ പല മുഖങ്ങളുള്ളൊരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ വിജയിച്ച് നിൽക്കുന്നത് സുകുമാരൻ നായരാണ്. അതുപോലെ അദ്ദേഹം ഇനിയും വിജയിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.